ഹായ്, ദിസ് ഇസ് ബെസ്റ്റ് ഡയറീസ് ഫ്രം ഏരീസ് കൊല്ലം സെയിലേഴ്സ്. ബേസിലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും അണ്ടർ 16 കാലം മുതൽ എനിക്ക് അറിയാവുന്നുണ്ട് ബേസിലിനെ പേഴ്സണലി. ഹായ് ബേസിൽ. ഹായ്. എനിക്ക് നിന്നോട് നിൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഒരു മൂമെൻറ്റിനെ പറ്റിയാണ് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. നീ രഞ്ജി ട്രോഫി ഡെബ്യൂ ചെയ്ത വർഷം, ആ സമയത്ത് നീ ടീമിൽ നിന്ന് ഡ്രോപ്ഡ് ആയിരുന്നു. അവിടെ നിന്ന് രഞ്ജി ട്രോഫി ഡെബ്യൂ ചെയ്യുക, ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് മുമ്പത്തെ വർഷം ഞാൻ ഇതിൽ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിരുന്നു കേരളത്തിന് വേണ്ടി. ഒരു 7 മാച്ച് 31 വിക്കറ്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ആ ടൈമിൽ. അപ്പോൾ 1 days കളിക്കുന്ന സമയത്ത് അപ്പോൾ എനിക്ക് ഡെങ്കു ഫീവർ വരികയാണ്. അല്ല, അപ്പോൾ ബേസിന് ആ സമയത്ത് ലീഡിംഗ് വിക്കറ്റ് ടേക്കറായിട്ട് അതിനുശേഷം ഡ്രോപ്പ് ആവുമ്പോൾ ബേസിൻ്റെ മനസ്സിൽ കൂടെ ഓടിയത് എന്താണ്? ഒബ്വിയസ്ലി ഭയങ്കരധികം സങ്കടമായിരുന്നു ആദ്യം. എല്ലാ സ്പോർട്സ് പേഴ്സൺസും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. കംബാക്ക് എങ്ങനെ നിനക്ക് നടത്താൻ പറ്റും? ഉള്ളിൽ ആരും എപ്പോഴും പറയായിരുന്നു, മീൻസ് തിരിച്ചു വരും, കംബാക്ക് ചെയ്യും. പിന്നെ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു, മീൻസ് എവിടെ പുറത്താക്കിയോ അവിടെ തിരിച്ചു വന്ന് ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ കളിക്കണം എന്നുള്ളത്. നമ്മൾ രണ്ടുപേരും സംസാരിച്ചത് ഇതൊന്നും ഒന്നിൻ്റെ അവസാനമല്ല, എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എത്രത്തോളം നന്നായി വർക്ക് ചെയ്യുന്നു അപ്പോൾ അതിനനുസരിച്ച് റിസൾട്ട് കിട്ടും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ തിരിച്ച് കളിക്കും, ഇതാണ് ഏറ്റവും നമുക്ക് തിരിച്ചു വരാൻ പറ്റിയ സമയം എന്നൊരു വിശ്വാസം. ഈ KCL സീസണിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് വേണ്ടി ഉറപ്പായിട്ടും ബേസിലിൻ്റെ കയ്യിൽ നിന്ന് പെർഫോമൻസ് വരുമെന്ന് തന്നെയാണ്. അങ്ങനത്തെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് ബേസിൽ. തീർച്ചയായിട്ടും നമ്മുടെ ടീമിന് വേണ്ടി എന്തായാലും കട്ടക്ക് ചെയ്യും.